നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഈസ്റ്റിൻ്റെ ബയോളജിക്കൽ നെയിം എന്താണെന്ന്? ആർക്കെങ്കിലും അറിയാവോ? കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, ഷെഫിന് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ മേലായിരുന്നോ? നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആരെങ്കിലും ഗ്ലൗസ് ഇട്ട് ചെയ്യുമോ? പൈപ്പിന് മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് റബ്ബർ പോലെ ഇങ്ങനെ വരുന്നത്. അത് എല്ലാവരും പറയും പ്ലാസ്റ്റിക്കാണ്, ഇതിൻ്റെ അത് പ്ലാസ്റ്റിക് മിക്സ് ചെയ്താണെന്ന് പറയും. പക്ഷേ പ്ലാസ്റ്റിക് അല്ല സംഭവം. ഇപ്പം നമ്മുടെ സോഫ്റ്റ് റോഡിനുള്ള ഡോർ റെഡിയായി. വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ബേക്കിംഗ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അതിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രെഡ് എങ്ങനെയാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതായത് 3-4 സെക്ഷനായിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്നും കട്ട് ചെയ്യുന്നില്ല, ഇടയ്ക്ക് അത് പ്രൂവിങ്ങിൻ്റെ ടൈമിൽ മാത്രം നമ്മൾ കുറച്ച് കട്ട് ചെയ്യും കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ്, ഷുഗർ, അതുപോലെ തന്നെ വാം മിൽക്ക്. ഇപ്പം വാം മിൽക്ക് ഇല്ലാത്തവർക്ക് ചെറിയ ഇളം ചൂടുവെള്ളമാണല്ലോ മതി കേട്ടോ. അപ്പം ഇളം ചൂടുള്ള പാലാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യമേ നമ്മൾ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബ്രെഡിൻ്റെ ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വരും, ഷെഫ് എന്താ ഇന്ന് ബ്രെഡ് ഉണ്ടാക്കുന്നുള്ളത്? വേറൊന്നുമല്ല, ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ബ്രെഡ് എങ്ങനെയാണ് ഷെഫ് നല്ലൊരു ബ്രെഡ് വീട്ടിലുണ്ടാക്കാമെന്നുള്ളത്. അപ്പം ഞാൻ ഈസ്റ്റ് ഇവിടെ ഡ്രൈ ഈസ്റ്റ് ആട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഈസ്റ്റിൻ്റെ ബയോളജിക്കൽ നെയിം എന്താണെന്ന്? ആർക്കെങ്കിലും അറിയാവോ? സാക്രമൈസിസ് സെർവീസിയ എന്നാണ് കേട്ടോ ഈസ്റ്റിൻ്റെ ബയോളജിക്കൽ നെയിം. ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അതിൻ്റെ ബയോളജിക്കൽ നെയിം മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നമ്മൾ 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് എടുക്കുന്നത്. കൃത്യമായിട്ടുള്ള ലെവൽ വേണം കേട്ടോ എടുക്കാൻ. ഈസ്റ്റ് ഭയങ്കര ഡേഞ്ചർ സാധനം കേട്ടോ. 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും കേട്ടോ, 1.5 അല്ല. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഈസ്റ്റ് തൊടാതിരുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും ഈസ്റ്റ് നമ്മൾ കൈകൊണ്ടെടുത്ത് ഉപയോഗിക്കില്ല. കാരണം നമുക്ക് സ്കിൻ ടാഗ് അല്ലെങ്കിൽ അരിമ്പാറ കയ്യേറുണ്ടാകാൻ വേണ്ടി ഏറ്റവും എളുപ്പമാണ് ഈസ്റ്റ് നമ്മൾ കൈകൊണ്ടെടുത്താലെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ഒരുപാട് ഷെഫുമാരും ഒരുപാട് ആൾക്കാരും എന്നോട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിതുവരെ അരിമ്പാറയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നവർ ഒരു കാരണവശാലും ഈസ്റ്റ് കൈകൊണ്ട് തൊടാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റിൻ്റെ അകത്തോട്ട് നമ്മൾ ഷുഗർ ഇടുക കേട്ടോ. അപ്പോൾ ഷുഗർ ഇടുമ്പോഴും കൃത്യം അളവിൽ തന്നെ ഇടണം. 1, 2 കറക്റ്റാവട്ടെ, 3, 4. ഓക്കെ, അപ്പം 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പം ഈ ഷുഗർ എന്തിനാണ് ഈസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ ഈസ്റ്റിൻ്റെ ഫുഡ്, ഷുഗർ ഉണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ ഫുഡാണ് കേട്ടോ. അപ്പോൾ അത് ഈസ്റ്റ് കഴിക്കുന്നത് ഷുഗറാണ്, അങ്ങനെയാണത് ഡെവലപ്പ് ആകുന്നത് കേട്ടോ. അതുകൊണ്ട് വാം മിൽക്ക് ഉണ്ടെങ്കിൽ, അതായത് മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ഉണ്ടെങ്കിൽ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലോണം ടൈം എടുക്കും നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഒരു 3-4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു ബ്രെഡ് കിട്ടാൻ വേണ്ടി. അതിന് എളുപ്പ വഴിയായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വാമുള്ള ചെറുതായിട്ട് ചൂടാക്കിയ പാല് നമ്മൾ 1/3 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഒഴിച്ചു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇത് ഞാൻ മാറ്റുക കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കുക. ആ ഷുഗർ ഡിസോൾവ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മുടെ ഈസ്റ്റ് ഒരു ബാക്ടീരിയ ആണെന്ന്. അപ്പം ബാക്ടീരിയനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുവാണ് ഇപ്പം കേട്ടോ ഇതിൻ്റെ അത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് സാക്രമൈസിസ് സെർവീസിയ എന്ന് പറയുന്ന ബാക്ടീരിയനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുവാണ്. ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇനി നമുക്കിവനെ ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു
അരമണിക്കൂറിലും എടുക്കും കേട്ടോ ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടി, അതായത് പ്രൂവായി പൊങ്ങി വരാൻ വേണ്ടി. അപ്പം അതിനു വേണ്ടി ഞാനിത് ക്ലീൻ ട്രാപ്പ് ചെയ്താണ് കേട്ടോ വെക്കുന്നത്. ഇപ്പം ക്ലീൻ ട്രാപ്പ് വീട്ടിലില്ലാത്തവർക്കാണെങ്കിൽ ഒരു അടപ്പ് എന്തെങ്കിലും മുകളിൽ വെച്ചാൽ മതി, അവർ എയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ ചൂട് തങ്ങി നിൽക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റ് ആയിക്കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നല്ലോണം പ്രൂവായി വന്ന്, ഇപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ഈസ്റ്റ് പ്രൂവ് ആകാൻ വെച്ചെന്ന് വെച്ചിട്ട് നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് പ്രൂവ് ചെയ്യിച്ചെടുത്ത് ആദ്യമേ തന്നെ. ഇനി നമുക്ക് നമ്മൾ മൈദയും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതിന് വേണ്ടത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അതൊക്കെ കൃത്യം ലെവലാണ് കേട്ടോ, കൃത്യം ലെവലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ടാണ് ഒരുപാട് മിക്സിംഗ് ബോളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും അത് കാണണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടെ വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് യോഗട്ട്, അപ്പോൾ എഗ്ഗ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ അകത്ത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എഗ്ഗ് കഴിക്കണമെന്നില്ല, അവർക്കൂടെ കൂടിയാണ്. എഗ്ഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് ഒരു മുട്ട ആഡ് ചെയ്താൽ മതി യോഗട്ടിന് പകരം കേട്ടോ. അപ്പോൾ അതും കൃത്യം അളവിലാണ് നമ്മൾ ഇടുന്നത്. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അളവെടുക്കുമ്പോൾ കൃത്യം ലെവൽ ഇതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഓയിൽ. അപ്പം വേറൊരു ഓപ്ഷനുണ്ട്, നമുക്ക് ഹെൽത്തിയർ ഓപ്ഷനായിട്ട് ആൾക്കാരെല്ലാം ബ്രെഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓവറായിട്ട് സോഫ്റ്റൊക്കെ ആവണമെങ്കിൽ അവർക്ക് ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. ഈ സെയിം അളവ് തന്നെ ബട്ടർ അവർക്ക് ഈ റെസിപ്പിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ മൊത്തം ഓയിൽ ഒഴിക്കുന്നില്ല, ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ഓയിൽ ഒഴിക്കുന്നത്. കുറച്ച് ഇങ്ങോട്ട് ചാടിപ്പോയി. ഇനി കൈ കൊണ്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, ഷെഫിന് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ മേലായിരുന്നു. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആരെങ്കിലും ഗ്ലൗസ് ഇട്ട് ചെയ്യുമോ? അതുകൊണ്ടാട്ടോ ഞാനും ആ രീതിക്ക് തന്നെ ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഇങ്ങനെ എടുക്കാം നമുക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി നമ്മളിന്ന് സോഫ്റ്റ് റോളാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് റോൾ എന്ന് പറയും, സോഫ്റ്റ് റോൾ എന്ന് പറയും. അതുപോലെ തന്നെ ബണ്ണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏത് ആൾക്കാർക്കാണല്ലോ ഈ റെസിപ്പി നമുക്ക് ഉപയോഗിക്കാം. എന്താണെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഫ്ലവർ വേണം. അതും 2ന് പകരം 2.5 കപ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 2 ഞാൻ ആദ്യമേ പറഞ്ഞത് കൺഫ്യൂഷൻ ആക്കണ്ട, 2.5 കപ്പ് കേട്ടോ. കാരണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളുക, നിങ്ങളുടെ ഈ മൈദ മേടിക്കുന്നവർക്ക് മൈദയ്ക്ക് പല ഗ്ലൂട്ടൺ ഉണ്ട്. അതായത് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ഗ്ലൂട്ടൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഗ്ലൂട്ടൻ എന്നാന്ന് എന്നോട് ചോദിക്കും. ഇപ്പം പണ്ട് നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, ചില ആൾക്കാർ എടുത്തിട്ട് അയച്ചു തരും, ഇങ്ങനെ പൈപ്പിന് മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് റബ്ബർ പോലെ ഇങ്ങനെ വരുന്നത്. അത് എല്ലാവരും പറയും പ്ലാസ്റ്റിക്കാണ്, ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് മിക്സ് ചെയ്താണെന്ന് പറയും. പക്ഷേ പ്ലാസ്റ്റിക് അല്ല സംഭവം, ആ സംഭവമാണ് ഗ്ലൂട്ടൻ. അപ്പോൾ അതായത് ബ്രെഡിൻ്റെ ഗ്ലൂട്ടനാണ് ബ്രെഡിൻ്റെ പ്രോട്ടീൻ, അതായത് വീറ്റിൻ്റെ പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ കേട്ടോ. അപ്പോൾ ആർക്കും മാറിപ്പോകണ്ട. ഇനി ഇപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നവർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ള ഓയിലൂടെ ഞാൻ ഒഴിക്കും കേട്ടോ. എന്നിട്ട് ഇവനെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നതിന് അങ്ങോട്ട് കുഴച്ചങ്ങ് എടുക്കുക. ഇത്ര മെനക്കെട്ട പണിയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അടിപൊളി ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ. എനിക്കറിയാം മലയാളികൾ വളരെ കുറച്ചാണ് ബ്രെഡ് കഴിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം, എങ്ങനെയാണൊരു സിമ്പിളായിട്ടൊരു ബ്രെഡ് ഉണ്ടാക്കാമെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനെല്ലാം ടേബിളോട്ട് ഇട്ട് കേട്ടോ.
ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നത് ടേബിളിൽ വെച്ചാണ്. പോട്ടെ, മൊത്തം ബട്ടറാവേ. യാ, കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഷുഗറിനൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ആദ്യമേ ആ ഷുഗർ ഇട്ടുകൊണ്ട് ആവശ്യത്തിനുള്ള ഷുഗർ നമ്മൾ ഡോയ്ക്കകത്തുണ്ട്. ഇത് പെട്ടെന്ന് പ്രൂവ് ആകാൻ വേണ്ടി ഒരു ടെക്നിക്കുണ്ട്, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോയ്ക്കകത്ത് ഞാൻ സോൾട്ട് കൊടുക്കുന്നില്ല കേട്ടോ, സോൾട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഷുഗർ ഉള്ള ഡോയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടി സോൾട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സോൾട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ ഈസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഈസ്റ്റിനെ പൊങ്ങുന്നത് കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും സോൾട്ടായിരിക്കും. അപ്പോൾ സോൾട്ട് ഉപയോഗിക്കാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൂവ് ആയി കഴിഞ്ഞ് ബേക്ക് ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതെന്നെ ഇന്ന് പണി എടുപ്പിക്കുവരും കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് വേർക്കുമെന്നാണ് തോന്നുന്നത്. അതുപോലെ നല്ലോണം കുഴച്ചെടുക്കണം നമുക്ക്. നീഡ് ചെയ്യാം. എനിക്ക് കുറച്ച് ഇത് കണ്ടോ, നമ്മൾ ഈ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും. നമ്മൾ മിൽക്കാണ് ഉപയോഗിച്ചത്, പക്ഷേ കൃത്യമായിട്ട് എക്സാക്റ്റ് നമുക്കൊരു അളവ് പറയാൻ പറ്റില്ല ഒരിക്കലും. അതിന് പകരം നമ്മൾ ഇപ്പം 1 കിലോയുടെ റെസിപ്പിയിലാണെങ്കിൽ പറയും 450-നും 500-നും ഇടയ്ക്ക് കേട്ടോ, അങ്ങനെ ഒരിക്കലും പറയാറുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതാണ്, കാരണം ഈ മൈദയുടെയും ഗ്ലൂട്ടൻ്റെ അളവ് മാറുന്നതനുസരിച്ച് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുകയും ചെയ്യും മൈദയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് പാലായുണ്ട്, ഞാൻ കുറച്ച് പാലൂടെ കൊടുക്കുവാണ്. ഇത് മെഷീനായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ അളവ് നോക്കി ചെയ്യുക. ഇതുണ്ടോ, ഇച്ചിരിയോടെ മിൽക്കിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. എനിക്ക് കാണാൻ സാധിക്കും ഞാൻ മിൽക്ക് ആഡ് ചെയ്ത് ഇച്ചിരി അവിടെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ നല്ല സോഫ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രെഡ് റോൾ ഒരിക്കലും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ മിൽക്ക് വേണം. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കൃത്യം 450-500 ഇടയ്ക്ക് പറഞ്ഞില്ലേ 1 കിലോയ്ക്കാണെങ്കിൽ, അതുപോലെ തന്നെ ഇതിന് മാക്സിമം ഇത് കുടിക്കുന്നുണ്ട്. നമ്മുടെ ഡോ മാക്സിമം ഇത് കുടിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ മൊത്തം ടേബിളെ പറ്റി പിടിച്ചല്ലോ എന്ന്. ഇതെല്ലാം മാറും കേട്ടോ, നല്ലൊരു ഡോ ആയി കഴിയുമ്പോൾ ഇതെല്ലാം മാറും. നമ്മൾ ഡോ നല്ല സോഫ്റ്റായി തുടങ്ങി കേട്ടോ.
കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഇപ്പം കേക്ക് ഉണ്ടാക്കുന്നവർക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെഡ് ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം നല്ല പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ. കണ്ട ഏറ്റവും സിമ്പിളാണ്, വിലയും കുറവാണെങ്കിലും ബ്രെഡ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ഹാർഡ് വർക്ക് കേട്ടോ. അതെപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളൊരു ബ്രെഡ് പീസ് കളയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ബ്രെഡ് ഉണ്ടാക്കുന്നതാണ് ഒരു കേക്കിനേക്കാളും ഹാർഡ് വർക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡോ ഏകദേശം പരുവായി തുടങ്ങി. നോക്കണേ റെഡിയായെന്ന് കണ്ടോ. ഇപ്പോൾ ഏകദേശം ഇത് കണ്ടോ ചെറിയ തിന്നാവാൻ തുടങ്ങി. ഈ കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്താ കീറിപ്പോകുന്നില്ല കേട്ടോ ഡോ. ഇത് കണ്ടോ, പെർഫെക്റ്റ് ഡോയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. എന്നാലും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ സോഫ്റ്റ് റോളിനുള്ള ഡോ റെഡിയായി. ഇത്ര സമയം എടുക്കും എക്സാക്ട്ലി നമുക്കൊരു ഡോ റെഡിയാക്കി എടുക്കണമെങ്കിൽ. ഇനി നമുക്കിത് കുറച്ച് നേരം പ്രൂവ് ചെയ്യണം. ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ കൂടെ നമുക്കിത് പ്രൂവ് ചെയ്യണം. നമ്മൾ കുറച്ചും എടുത്താൽ പാത്രം തന്നെ എടുത്താൽ മതി. കാരണം അത് ഓൾറെഡി മൈദ ഉണ്ടല്ലോ, അപ്പോൾ അതുള്ളതുകൊണ്ട് ഇനി ഒട്ടിപ്പിടിക്കുന്നില്ല. ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് നമുക്ക് അകത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡോ വെച്ച് ഒരു മണിക്കൂറൂടെ നമുക്ക് പ്രൂവ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാനിതൊന്ന് കവർ ചെയ്യട്ടെ. ക്ലീൻ ഫിലിം ഒരു മിനിറ്റ് അല്ല, 1 സെക്കൻഡ് ഇപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കവർ ചെയ്യണം കേട്ടോ. 1 മണിക്കൂർ ഈ ഡോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യണം. ഇവൻ റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് ഞാൻ കയ്യും കാലമൊക്കെ ഒന്ന് കഴിയിട്ട് വരാം. കയ്യും കാലൊന്നും കഴിയണ്ട, കൈയൊക്കെ ഒന്ന് കഴിയിട്ട് വരാം. ഇട്ടിരിക്കട്ടെ.